ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റിലേക്കാണ്, ഒരു വിദേശകാര്യമാണ്. ഇറാൻ അമേരിക്ക സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കെ പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും ഒരു യുദ്ധക്കപ്പൽ കൂടി അമേരിക്ക അയച്ചിരിക്കുന്നു. മാത്രമല്ല, അവിടെ യുദ്ധസന്നാഹ സാഹചര്യം നിലനിൽക്കുന്നുവെന്നാണ് ഈ പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനിടെ ഇറാനെതിരെയുള്ള അമേരിക്കയുടെ സൈനിക നീക്കം ഒഴിവാക്കാൻ സൗദി അറേബ്യ നയതന്ത്ര നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ വരുന്നു. എന്തായാലും അമേരിക്കയുടെ ഈ ഇറാനെതിരെയുള്ള സൈനിക നീക്കം ഗൾഫ് നാടുകളിൽ വല്ലാത്ത സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. UAE ആദ്യം തന്നെ രംഗത്ത് വന്നിരുന്നു. ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അതിനെ യൂറോപ്യൻ യൂണിയൻ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചു എന്നുള്ളതും മറ്റൊരു അന്തർദേശീയ പ്രധാനപ്പെട്ട വാർത്തയായിരിക്കുന്നു. മാത്രമല്ല, സൗദി അറേബ്യ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ അമേരിക്കയിലേക്ക് മധു കൊട്ടാരക്കർ തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഗുഡ് മോർണിംഗ് SKN. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയന്റെ ഈ വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിലാണ് ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ, അതായത് IRGC എന്നാണ് അവരെ അറിയപ്പെടുന്നത്, അവരെ ഭീകര സംഘടനയായി യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചത്. ഇത് ഇറാനിന് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാനിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഇവർ നടത്തിയ ഇടപെടലുകൾക്ക് പകരമുള്ള ഒരു മറുപടിയായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഈ നടപടിയെടുത്തതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ യൂറോപ്പിന്റെ നീക്കം വിവേകമില്ലാത്ത ഒരു നീക്കമായിട്ടാണ് ഇറാൻ സേന കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ താല്പര്യങ്ങൾക്ക് യൂറോപ്യൻ നേതാക്കൾ വഴങ്ങുകയാണ് ചെയ്യുന്നതെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. അതേസമയം നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമായ നീക്കങ്ങളാണ് വാഷിംഗ്ടൺ DC നടക്കുന്നത്. ഇസ്രയേൽ സൗദി പ്രതിനിധികൾ ഇപ്പോൾ വാഷിംഗ്ടണിലുണ്ട്. ഇസ്രയേലിന്റെ ഇന്റലിജൻസും അതുപോലെ പെന്റഗണും അതുപോലെ CIA പോലുള്ള അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും ഒരു സംയുക്ത ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ ഷ്ലോമി ബിൻഡർ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് ഒരു കൃത്യമായ ഒരു പട്ടിക തന്നെ കൈമാറി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. അതുപോലെ ഒരു യുദ്ധം ഒഴിവാക്കുവാൻ സൗദി അറേബ്യയുടെ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ഇപ്പോൾ വാഷിംഗ്ടണിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ കാര്യത്തിൽ ഒരു തുറന്ന യുദ്ധം ഒഴിവാക്കണമെന്ന നിലപാടാണ് സൗദി അതുപോലെ നമുക്കറിയാം മറ്റ് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അവർ പറയുന്നത് ഇത്തരം ഒരു യുദ്ധം ഉണ്ടായാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും, ഊർജ്ജ വിപണിയൊക്കെ ബാധിക്കും. ഈ ആശങ്ക അവർ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിൽ ഈ പ്രധാന പങ്ക് വഹിക്കുന്ന ഇറാനിയൻ സുരക്ഷാ സേനാ തലവന്മാരും അതുപോലെ അവരുടെ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് വളരെ കൃത്യമായ ഒരു ആക്രമണം നടത്താനാണ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. ഇത്തരം ഒരു നീക്കത്തിലൂടെ ഇനിയും ജനങ്ങളെ കൂടുതൽ തെരുവിലിറക്കുവാനും അതുപോലെ ഒരു ഭരണമാറ്റത്തിനൊക്കെ വഴിയൊരുക്കുമെന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ കരുതുന്നത്. പക്ഷേ ഒരു വ്യോമാക്രമണം കൊണ്ട് ഇറാന്റെ ഭരണകൂടത്തെ അങ്ങനെ താഴെ ഇറക്കാൻ കഴിയില്ലെന്ന് ഇസ്രയേലും ഗൾഫ് രാഷ്ട്രങ്ങളും ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും ഒരു യുദ്ധക്കപ്പൽ കൂടി വിന്യസിച്ചിരിക്കുകയാണ് അമേരിക്ക. USS ഡെൽബെൽറ്റ് ഡി ബ്ലാക്ക് എന്ന ഡിസ്ട്രോയർ കപ്പലാണ് ഇപ്പോൾ ചെങ്കടൽ ഭാഗത്ത് എത്തിയത്. SKN അറിയാം, USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ കുറഞ്ഞത് ഒരു 10 യുദ്ധക്കപ്പലുകൾ ഇതിനോടകം ഇറാന്റെ സമീപത്ത് എത്തിക്കഴിഞ്ഞു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.